സർ, നമ്മുടെ ഈ ലോകത്ത് തീവ്രവാദത്തിന് വലിയ ആയുസ്സില്ല, അല്ലെങ്കിൽ തീവ്രവാദം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പരക്കെ തെളിയിക്കപ്പെടുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ അത് തെളിയിച്ചു. ഇപ്പോഴിതാ ഇസ്രയേലിൽ ഹമാസ് പറയുന്നു ഞങ്ങൾ വെടിനിർത്തൽ കരാറിന് തയ്യാറാണ്. അപ്പോൾ ഇസ്രയേലിന്റെ ബാക്കിയുള്ള അതിൽ 10 ബന്ദികളെയോളം വിട്ടയക്കാം. ഇനിയും യുദ്ധത്തിന് വയ്യ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹമാസ് എത്തുന്നു. ഇതിനേക്കാൾ ഉപരി പറയാൻ ഏറ്റവും നല്ല വാക്കെന്ന് എനിക്ക് തോന്നുന്നത് ഹമാസ് തളരുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിലുള്ള സാറിന്റെ നിരീക്ഷണം എന്താണ്? ലോകത്തെമ്പാടുമുള്ള തീവ്രവാദം അതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഏതൊരു വലിയ തീവ്രവാദ സംവിധാനത്തെയും ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടായിരിക്കണം. പലപ്പോഴും അത് ശത്രു രാജ്യങ്ങളായിരിക്കും സ്പോൺസർ ചെയ്യുക. ഇപ്പൊ ഇന്ത്യയിലെ തീവ്രവാദങ്ങളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ അതിന്റെ ശത്രു രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടാവും. എന്നാൽ ഈ പിന്തുണ കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് പിൻവലിക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ തീവ്രവാദത്തോടുള്ള പിന്തുണ ഒരിക്കലും പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടാണ്. അപ്പോൾ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ് എന്ന് ഇതിന് ഇരയാകുന്ന രാജ്യം തെളിവ് സഹിതം ഹാജരാക്കുന്ന സമയത്ത് ഈ സ്പോൺസർ ചെയ്യുന്ന രാജ്യം പിൻവാങ്ങും. ആദ്യമായിട്ട് തീവ്രവാദികൾക്ക് ശമ്പളം മുടങ്ങും, പിന്നെ ഭക്ഷണം, വെള്ളം എല്ലാം മുടങ്ങും, ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാകും, ആയുധങ്ങളുടെ സപ്ലൈ ഇല്ലാതാവും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തീവ്രവാദികൾക്ക് കീഴടങ്ങേണ്ടി വരും. ഇത് സ്വാഭാവികമായ കീഴടങ്ങൽ. ഇനി മറ്റൊരു പ്രശ്നമുണ്ട്. തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുസ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യയിലെ ഭീകരവിരുദ്ധ സ്ക്വാഡിൽപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരാൾ തീവ്രവാദിയായി ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അയാളുടെ ആയുസ് പരമാവധി 4 വർഷം മാത്രം. 4 വർഷത്തിനുള്ളിൽ അയാള് കൊല്ലപ്പെടും. ഇതാണ് തീവ്രവാദികളുടെ ആയുസ് എന്ന് പറയുന്നത്. ഇത് പാവം തീവ്രവാദികൾ അറിയുന്നില്ല. ഇത് ചേരുന്ന സമയത്ത് ഇവരറിയില്ല. ഇവരോർക്കുന്നത് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു, അത് കഴിഞ്ഞ് ഒളിച്ചിരിക്കാമെന്നാണ്. പക്ഷെ ഈ ഒളിച്ചിരിക്കുന്ന കാലാവധിയും കൂടെ കൂട്ടിയാണ് ഈ 4 വർഷം എന്ന് പറയുന്നത്. എന്നാൽ ഇവർ ഒളിച്ചിരിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ 4 വർഷം എന്നുള്ളത് ചിലപ്പോൾ 40 വർഷം വരെ ആകാം. പക്ഷെ എത്ര 40 വർഷം കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു അജ്ഞാതം ചെന്ന് അവരെ വെടിവെച്ച് കൊല്ലുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ തീവ്രവാദിക്ക് ആയുസില്ല. പക്ഷെ ഇത് തിരിച്ചറിയുന്നത് പിന്നീടായിരിക്കും. അതോടുകൂടി തീവ്രവാദികൾ കീഴടങ്ങുക, ആയുധം അടിയറ വെക്കുക, കോംപ്രമൈസ് ചെയ്യുക, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരിക, ഇതൊക്കെയാണ് ലോകത്തെമ്പാടും സംഭവിക്കുന്നത്. ഇപ്പോൾ ഗാസയെ സംബന്ധിച്ചിടത്തോളം അതിതീവ്രമായിട്ടുള്ള ഇസ്ലാമിക ശക്തികൾ മതപരമായിട്ടുള്ള ഒരു അടിത്തട്ടിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് ഹമാസ് പോരാളികൾ എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഹമാസ് പോരാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാനുഷികമായ വിഷമാണ്. മാനുഷികം എന്ന് പറഞ്ഞാൽ അവരെ മാനുഷിക പരിഗണന അർഹിക്കുന്നു എന്നല്ല, അവര് മറയാക്കുന്നത് കുട്ടികളെയും വിദ്യാലയങ്ങളെയും ആശുപത്രികളെയും ആരാധനാലയങ്ങളെയുമാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഹമാസിനെതിരെ തിരിച്ചടിച്ചാൽ കുട്ടികൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ സ്ത്രീകൾ കൊല്ലപ്പെടും, നിരപരാധികൾ വധിക്കപ്പെടും എന്നുള്ള മുറവിളി ഉയർത്തിക്കൊണ്ടാണ് ഇവര് തീർച്ചയായിട്ടും ഈ ശൈലി സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടു പക്ഷമാണുള്ളത്. കേരളത്തിലുള്ള തീവ്രവാദ അനുകൂല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്നത് ശരിയല്ല, മാനുഷിക പരിഗണന കൊടുക്കണം. ഇത് തീവ്രവാദികൾക്ക് നന്നായിട്ട് അറിയാം. ഈ മാനുഷിക പരിഗണനയ്ക്ക് വേണ്ടി ബഹളം വെക്കുന്ന ഇവരുടെ കൂട്ടം ലോകത്ത് എല്ലായിടത്തും ഇരുന്നുകൊണ്ട് ബഹളം വെച്ചുകൊള്ളും എന്നറിയാവുന്നതിനാലാണ് അവർ സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മറയാക്കിക്കൊണ്ട് മനുഷ്യ കവചമാക്കിക്കൊണ്ട് ഈ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നാടകം അറിയാം, അതുകൊണ്ട് മാനുഷിക പരിഗണന എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇവരെ വിട്ടയച്ചാൽ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് 100 കണക്കിന് ആൾക്കാരെ ബന്ദികളാക്കി. ആ ബന്ദികളിൽ 186 പേരെ മാത്രമേ മോചിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോഴും ഹമാസിന്റെ തടവറയിൽ കിടക്കുകയാണ്. ഞങ്ങൾക്ക് അവരെ മോചിപ്പിച്ചേ പറ്റൂ. ഇത് മോചിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹമാസിനെ ഭയന്നുകൊണ്ട് ഇസ്രയേലിന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവസാനത്തെ ഹമാസ് പോരാളിയെയും തുടച്ചു നീക്കി ഇസ്രയേലിന് പരിപൂർണ സമാധാനം വീണ്ടെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ യുദ്ധം തുടരും എന്ന് ഇസ്രയേൽ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്രയേലിന്റെ അതേ ഭാഷ തന്നെയാണല്ലോ ഭാരതവും ഇപ്പോൾ പറയുന്നത്. ഈ ഭാഷയാണല്ലോ അമേരിക്കയും ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളും പറയുന്നത്. അതായത് തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ ആക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു രാജ്യത്തിനും അത് അവസാനിപ്പിക്കാൻ അടിയന്തരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽക്കില്ല, അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷയില്ല.
ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. അതുകൊണ്ട് ഗാസയിൽ അവശേഷിച്ചിരിക്കുന്നതായ തീവ്രവാദികളെ തുടച്ചു നീക്കുകയോ അതല്ലെങ്കിൽ അവർ കീഴടങ്ങുകയോ ചെയ്യുന്നത് വരെ ഈ യുദ്ധം മുന്നോട്ട് തന്നെ പോകും. അക്കാര്യത്തിൽ ഇസ്രയേലിന്, അമേരിക്കയ്ക്ക് എന്നല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു രാഷ്ട്രത്തിനും വ്യക്തിക്കും ഇസ്രയേലിനോടൊപ്പം നിന്നേ പറ്റൂ. അതാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് ഗാസ എന്ന് പറയുന്ന ഈ പ്രദേശം പൂർണ്ണമായും തീവ്രവാദികളിൽ നിന്ന് പിടിച്ചെടുത്ത് സ്വതന്ത്രമാക്കുന്നത് വരെ ഈ പോരാട്ടം തുടരും എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എങ്കിൽ പല തീവ്രവാദ സംഘടനകളുടെയും തോക്കിൻ മുനയിൽ ജീവിക്കുന്ന ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിനും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനും എല്ലാ ലോകരാജ്യങ്ങൾക്കും ഭീകരവാദ വിരുദ്ധമായിട്ടുള്ള ഈ നിലപാട് തന്നെയാണ് ഭൂഷണം. അതിന്റെ പേരിൽ കുട്ടികളുടെയോ സ്ത്രീകളുടെയോ മാനുഷിക പരിഗണനയുടെയോ മനുഷ്യാവകാശത്തിന്റെയോ ശബ്ദമുയർത്താൻ ആരെങ്കിലും മുന്നോട്ട് വരുന്നു എങ്കിൽ അവരും ഹമാസ് ആണ്, ഹമാസിന് പിന്തുണ കൊടുക്കുന്നവരാണെന്നല്ല, അവരും ഹമാസ് ആണ് എന്ന് പരിഗണിക്കേണ്ടി വരും. ജയസുരേൻ സാർ ഈ പറഞ്ഞതുപോലെ ഹമാസ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേതൃസ്ഥാനത്ത് ആളില്ല എന്നാണ്. നമുക്കറിയാം ഹമാസ് ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത്, അതായത് കൃത്യം പറഞ്ഞാൽ ഒരു 1.5 വർഷം മുൻപ് ഹമാസ് ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് യഹ്യ സിൻവാറിനെ പോലെയുള്ള ഒരുപാട് നേതാക്കൾ ഹമാസിനുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ പോലും എഴുതി ചേർക്കാൻ പറ്റാത്തത്രയും നാണം കെട്ട് ഹമാസ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന ഫോം ചെയ്തു വന്ന് ഒക്കെ നമുക്കറിയാം അത്രയും ശക്തമായി ലോകത്ത് ഇസ്രയേലിനെതിരെ മാത്രമല്ല ഹമാസിനെ എതിർക്കുന്ന, പലസ്തീനെ എതിർക്കുന്ന ഏത് രാജ്യത്തോടും മുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെയുള്ള വീരവാദത്തിലാണ് ഹമാസ് വന്നത്. പക്ഷെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആളില്ല. ഇവിടെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് നേതൃത്വം പോലെയാണ് ഇവര് പെരുമാറുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ പേറുന്ന വലിയ മതപണ്ഡിതന്മാരാണെന്ന് കരുതിയാൽ തെറ്റി. അവരല്ല. ആ നേതൃത്വം വിദേശത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും ഇരിക്കുന്നത്. ഈ മതപരമായ നേതൃത്വം വലിയ കെട്ടുമൊക്കെ കെട്ടി, താടിയൊക്കെ വെച്ച്, തൊപ്പിയൊക്കെ വെച്ച് കുറെ അപ്പൂപ്പന്മാര് വിദേശത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു വമ്പൻ ബിസിനസ് ആണ് ഈ തീവ്രവാദം. ഈ തീവ്രവാദം എന്ന് പറയുന്ന ഒരു യുദ്ധമല്ല, തീവ്രവാദം എന്ന് പറയുന്ന സമരമല്ല. തീവ്രവാദം ഒരു വമ്പൻ ബിസിനസ്സാണ്, ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അതായത് ടെററിസം ഇൻഡസ്ട്രി തന്നെയാണ്. അതിന്റെ മുതലാളിമാര് വിദേശത്തിരിക്കും. എന്നിട്ട് മാനേജർമാരെ വെച്ചാണ് യുദ്ധം ചെയ്യുന്നത്. ഈ മാനേജർക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് കമാൻഡർ, ക്യാപ്റ്റൻ, മേജർ എന്നൊക്കെ പറഞ്ഞ് പട്ടാളത്തിന് തുല്യമായ പേരൊക്കെ ഇവർക്ക് കൊടുക്കും. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? ഭാരിച്ച ശമ്പളമാണ് കൊടുക്കുന്നത്. വലിയ ശമ്പളമാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവരുടെ സൈന്യം എന്ന് പറയുന്നത് ശരിക്കും ഈ ഇസ്ലാമിക തീവ്രവാദ എന്ന് പറയുന്ന മതപരമായി ഭ്രാന്ത് പിടിച്ച ആൾക്കാരാണെന്നുള്ളത് നമ്മൾ മറക്കുക അല്ല. പിന്നെയോ ശമ്പളത്തിന് വേല ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നൊക്കെ എത്രയോ പേര് ഇതുപോലെ തീവ്രവാദ യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നറിയാവും. ഇവിടുന്ന് പോകുമ്പോൾ റിക്രൂട്ട്മെന്റ് ഏജൻസി പറയുന്ന വേറെ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ റഷ്യയിലൊക്കെ പോയിട്ട് കൂലിപ്പട്ടാളമായി പണിയാൻ പോയ ആൾക്കാര് മരിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് അവര് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കൂലിപ്പട്ടാളമായിട്ട് പോയതാണ്. അപ്പൊ ഈ കൂലിപ്പട്ടാളത്തിന് നല്ല ശമ്പളം കിട്ടും, ചെറിയ പണി ചെയ്താൽ മതി. ഇത് ഇന്ത്യൻ പട്ടാളത്തിൽ ചേരുന്ന പോലെ 15 കൊല്ലമൊന്നും വേണ്ട. കൂടി വന്ന ഒരു 1-2 ആഴ്ച കൊണ്ട് ഇവരുടെ ജോലി തീരും, കൈ നിറയെ കാശുമായിട്ട് തിരിച്ചു പോരാം, ജീവൻ ഉണ്ടെങ്കിൽ. ഇനി ജീവൻ ഇല്ലെങ്കിൽ അത് പിന്നെ അതൊരു റിസ്ക് ആണ്. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 10-15 ദിവസത്തേക്ക് പണിയാൻ പോകുന്ന, നല്ല പൈസയ്ക്ക് പണിയുന്ന ഒരു പരിപാടിയാണ് ഈ. അപ്പൊ അതിൽ നേതൃത്വം പോയി എന്നിരിക്കട്ടെ, നേതാക്കന്മാര് വെടിവെച്ച് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിദേശത്തിരിക്കുന്ന അപ്പൂപ്പൻ മുതലാളിമാരുമായിട്ടുള്ള ബന്ധം പോയി. അപ്പോഴത്തേക്കും വലിയ പ്രശ്നമായി. രാജ്യങ്ങൾ ഇടപെട്ടു, ഇവരുടെ ക്യാഷ് ഫ്ലോ നിലച്ചു. ആദ്യം പൈസ വരവ് നിൽക്കും, രണ്ടാമത് ആയുധം വരവ് നിൽക്കും, മൂന്നാമത് ഭക്ഷണം വരവും കൂടെ നിൽക്കുന്നതോടുകൂടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായി. ഇങ്ങനെ വരുമ്പോൾ ശക്തരായിട്ടുള്ള നേതാക്കന്മാർ നഷ്ടപ്പെടുന്നതോടെ ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ തകരുകയാണ്. പിന്നെ പ്രസ്ഥാനത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഉടനെ ഇവര് അന്താരാഷ്ട്ര വേദികളിലേക്ക് പോകുന്നു, പല രാജ്യങ്ങളെ ഇടപെടിക്കുന്നു, ഇവർക്ക് അനുകൂലമായ രാജ്യങ്ങൾ ഇത് അന്താരാഷ്ട്ര വിഷയമാക്കുന്നു, മീഡിയകളെ വിലക്കെടുത്തുകൊണ്ട് മീഡിയകളിൽ കൂടി സമാധാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. അവസാനം ഒരു ഒത്തുതീർപ്പും വെടിനിർപ്പലും വരുന്നു. അത്രയും മതി. ഒത്തുതീർപ്പും വെടിനിർപ്പലിലേക്ക് എത്തിയാൽ പിന്നെ ഇവർ രക്ഷപ്പെട്ടു. അന്ന് അവരുടെ ജോലി കഴിഞ്ഞു, കൂലി മേടിച്ച് വീട്ടിൽ പോവാം.
പക്ഷെ ഇവിടെ ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ അവസാനത്തെ ബന്ദിയെയും വിട്ടയക്കുന്നത് വരെ ഞങ്ങൾ വെടി നിർത്തുന്നില്ല, നിങ്ങൾ അങ്ങനെ പോകാൻ വരട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ ബന്ദികളെയും പുറത്തേക്ക് തന്നാൽ, സ്വതന്ത്രമാക്കി തന്നാൽ മാത്രം, പിന്നീട് ഒരു ഹമാസ് പോരാളിയും ഗാസയിൽ അവശേഷിക്കുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രം, എങ്കിലേ ഞങ്ങൾക്ക് അവിടെ ഇസ്രായേലിൽ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അവസാനത്തെ ഇൻഫ്രാസ്ട്രക്ചറും തകർക്കും, അവസാനത്തെ തീവ്രവാദിയെയും പിടിക്കും, അവസാനത്തെ ബന്ദിയെയും വിട്ടുകിട്ടുകയും വേണം. എങ്കിലേ ശാശ്വതമായ സമാധാനത്തിലേക്ക് ഇസ്രയേലിന് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് വെടിനിർത്തൽ എന്ന് പറയുന്ന നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലിനോട് വെടിനിർത്തലിന് നിർബന്ധിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല, ഇന്ത്യക്ക് കഴിയില്ല, ഒരു ലോകരാഷ്ട്രത്തിനും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും വെടിനിർത്തലിന് സമ്മർദ്ദം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹമാസിന്റെ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും. അത് ഇസ്രയേൽ ചെവിക്കൊള്ളാനും പോകുന്നില്ല. ഇതാണ് ഇപ്പോൾ ഉള്ള സാഹചര്യം. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ഇസ്രയേൽ അന്തിമ വിജയം നേടുന്നത് വരെ, ഹമാസിന്റെ അവസാനത്തെ പോരാളിയും മരിച്ചു വീഴുന്നത് വരെ, ഹമാസിന്റെ എല്ലാ ഓഫീസുകളും തുരങ്കങ്ങളും രഹസ്യ അറകളും ഭൂഗർഭ അറകളും റെയ്ഡ് ചെയ്ത് അവിടെയുള്ള എല്ലാ ആയുധങ്ങളും പിടിച്ചെടുക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് തന്നെ പോകും. ശാശ്വതമായിട്ടുള്ള സമാധാനത്തിലേക്ക് ഇസ്രയേൽ എത്തുന്നത് വരെ ഒരു വെടിനിർത്തൽ എന്നുള്ളത്, ഒരു കോംപ്രമൈസ് എന്നുള്ളത് അസാധ്യമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. തീർച്ചയായും ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ ഇസ്രയേൽ നടത്തുന്നത് ഒരു യുദ്ധമല്ല, യഥാർത്ഥത്തിൽ അതൊരു സമരമാണ്. തീവ്രവാദത്തിനെതിരായ, ഹമാസിനെതിരായ ഒരു സമരം കൂടിയാണ്. സാർ ഈ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദികളുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് 4 വർഷമാണ്. സാർ പറഞ്ഞിരിക്കുന്ന ചർച്ചയിലുടനീളം സൂചിപ്പിച്ചിരിക്കുന്ന തീവ്രവാദികളുടെ ചില ആശയങ്ങൾ, അവർ പെരുമാറുന്ന രീതികൾ, അവർക്ക് വരുന്ന ഫണ്ടിങ്, ഇതൊരു ബിസിനസ് ആണ് എന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ ശരിയാണ്. ഒരുപക്ഷെ ഹമാസിന് നേതൃനിരയിൽ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹമാസ് തളരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാറിന് സമ്മതമാണെന്ന് ഹമാസ് അറിയിക്കുന്നു, ഒപ്പം ബന്ദികളെ മോചിപ്പിക്കാമെന്നും അറിയിക്കുന്നു. ഹമാസ് കീഴടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.